പുനലൂർ നഗരസഭയുടെ എല്ലാ വർഷത്തെയും ബജറ്റുകളിൽ ഇടം പിടിക്കുന്ന പുനലൂർ ടൗൺ ഹാളിന്റെ നിർമ്മാണം ഇത്തവണയെങ്കിലും കടലാസുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിലേക്ക് കടക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പുനലൂർ നിവാസികൾ. വരുന്ന മാർച്ച് മാസത്തിലാണ് പുനലൂർ നഗരസഭയിലെ 2025-2026 വർഷത്തെ ബജറ്റ് അവതരണം. ഏതാണ്ട് കാൽനൂറ്റാണ്ടായി എല്ലായ്പ്പോഴും ബജറ്റുകളിൽ ഇടം പിടിക്കുന്ന പ്രധാന പദ്ധതിയാണിത്. ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച പുനലൂർ ടൗൺ ഹാളിന്റെ പണി ഇപ്പോഴും കമ്പിക്കാലിൽ തന്നെയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന ചൂടും ഫണ്ടിന്റെ ദൗർലഭ്യതയുമാണ് പണി നിലയ്ക്കാൻ കാരണമെന്നും ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വാദം. ടൗൺ ഹാളിന്റെ ഫൗണ്ടേഷൻ ജോലികൾ ആരംഭിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും കാണാം. തുരുമ്പിച്ച് ദ്രവിച്ച് കമ്പികളുടെ രൂപത്തിലാണെന്ന് മാത്രം. മുൻ MLA-യും KPSC സ്ഥാപക നേതാവുമായ പുനലൂർ N. രാജഗോപാലൻ നായരുടെ സ്മരണാർത്ഥമാണ് ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് അഭിമുഖമായി 16 കടമുറികളോട് കൂടിയ വ്യാപാര സമുച്ചയം ഉൾപ്പെടെ 3 നിലയിലാണ് ടൗൺ ഹാളിന്റെ രൂപരേഖ. 4020 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഹാളിൽ ഒരേ സമയം 800 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവുമുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ 2 ഘട്ടമായാണ് നിർമ്മാണത്തിന് പദ്ധതിയിട്ടത്. ചുരുക്കി പറഞ്ഞാൽ പദ്ധതിയും രൂപരേഖയും ഒക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് ചുരുക്കം. പുനലൂരിലെ നഗരസഭയുടെ ഭരണമുന്നണിയിലെ ചേട്ടാനുജമാർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് യഥാർത്ഥത്തിൽ പദ്ധതി നീളാൻ കാരണം. CPIയുടെ പ്രമുഖ നേതാവായിരുന്ന N. രാജഗോപാലൻ നായരുടെ സ്മരണാർത്ഥമുള്ള ടൗൺ ഹാൾ നിർമ്മാണം നടപ്പിൽ വരുത്താൻ CPI നേതാക്കൾക്ക് കഴിയാത്തതും ടൗൺ ഹാൾ നിർമ്മാണം നീളാൻ ഇടയാക്കി. CPI MLA-മാർ പ്രതിനിധാനം ചെയ്യുന്ന പുനലൂർ മണ്ഡലത്തിൽ പ്രമുഖ CPI നേതാവിന്റെ സ്മരണാർത്ഥമുള്ള ആകെയുള്ള പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്തത് കഴിവുകേട് തന്നെയാണെന്നും ഇതുപോലെയുള്ള നിരവധി പദ്ധതികളാണ് പുനലൂരിൽ മുടങ്ങിക്കിടക്കുന്നതെന്നും പ്രമുഖ നേതാക്കളും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു. പുനലൂരിൽ ലക്ഷ്യം കാണാതെ കോടാനകോടി രൂപ മുടക്കി പല പദ്ധതികളും പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ സംരംഭങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഒന്ന്, ടൗൺ ഹാൾ എന്നും പറഞ്ഞ് ഏതാണ്ട് ഒരു 30 കൊല്ലം കൊണ്ട് ടൗൺ ഹാൾ ആ ടൗൺ ഹാളിന് വേണ്ടി ഈ കുറെ കമ്പികളും നാട്ടി അടിസ്ഥാനവും കെട്ടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോയി. തൊട്ടപ്പുറത്തായിട്ടാണെങ്കിൽ ഒരു സ്റ്റേഡിയം പണിഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കി സ്റ്റേഡിയം പണിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലാതെ അത് ലക്ഷ്യം കാണാതെ അങ്ങനെ പോയി. അതുപോലെ തന്നെ വിളക്കുപാറയിൽ MBAയുടെ ഒരു യൂണിറ്റ് കൊണ്ടുവന്ന് അവിടെ ഇറച്ചിയും മറ്റും പ്രോസസ്സ് ചെയ്ത് ജനങ്ങൾക്ക് ശുദ്ധമായ നിലയിൽ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പ്ലാന്റും എല്ലാം സ്ഥാപിച്ചിടക്കെ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പം സർക്കാർ ആശുപത്രിയിൽ, ധർമാശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്ന ആളുകൾക്ക് മരുന്നോ ഗുളികയോ ഇഞ്ചക്ഷനോ ഇല്ല. ആ പൈസയാണ് ഇതുപോലുള്ളതിനകത്തെല്ലാം വേസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധോദയം ഉണ്ടാകണം. ആ ബോധോദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൈസ ഇതുപോലെ പാഴായി പോകാതെ, ദൂർത്തായി പോകാതെ ജീവൻ രക്ഷ ഔഷധത്തിന് വേണ്ടിയെങ്കിലും ചെലവാക്കാനുള്ള സന്മനസ് കാണിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഇത്തരത്തിലുള്ള അധർമ്മം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഇത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റിന് തത്വദേശയില്ലാതെ പോകുന്നത് വളരെ ഖേദകരമാണ്, കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള കോൺഗ്രസിന്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഇതിനിടയിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് കിഫ്ബിയുടെ സഹായത്തോടെ ടൗൺ ഹാളും തിയേറ്റർ സമുച്ചയവും നിർമ്മിക്കാൻ ധാരണയായെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അതും ഉപേക്ഷിക്കേണ്ടി വന്നു. നിലവിലിതെന്താ എല്ലായ്പ്പോഴും ഈ പദ്ധതി ഇങ്ങനെ എല്ലാ ബജറ്റിനും ഉൾക്കൊള്ളിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിപ്പോൾ ഓരോ ആചാരങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും ബജറ്റിന് കണ്ണ് തട്ടാതിരിക്കാൻ ഇമാതിരി ഗിമിക്കുകളൊക്കെ വേണ്ടിവരുമെന്നും പറയാതെ പറയുകയാണ് നഗരസഭാ അധികൃതർ. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.